ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ നമുക്കിന്ന് സ്കൂളിൽ പോകണ്ട ഗൈസ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ എൻ്റെ വാപ്പാടെ കടയിൽ പോവുകയാണ്. എൻ്റെ വാപ്പാടെ എന്ന് വെച്ചാൽ പൊരിപ്പാടാണ് ഗൈസ്. അവിടെ പോവുകയാണ്. ഇന്ന് അവിടുത്തെ വ്ളോഗാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്കാം. അപ്പം ഗൈസ്, നമ്മൾ വാച്ചിയുടെ കടയിൽ നിന്ന് വെച്ചാൽ ഇന്ത്യൻ ജ്വല്ലറിയുടെയും ഫെഡറൽ ബാങ്കിൻ്റെയും നേരെ ഓപ്പോസിറ്റുള്ള സംസൺ ടീ ഷോപ്പാണ്. അവിടെ ഉഴുന്നോടെ ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു, ഗുണ്ടുണ്ടായിരുന്നു, ഉള്ളിവട ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇലയപ്പം ഉണ്ടായിരുന്നു, പരിപ്പോട ഉണ്ടായിരുന്നു, ബ്രെഡ് പൊരിച്ചതുണ്ടായിരുന്നു, നെയ്യപ്പം ഉണ്ടായിരുന്നു, മോദകം ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ബജി ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, അൽബൂരി ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പരിപ്പ് വടയാണ് കേട്ടോ. നമ്മളെ പരിപ്പ് വട ഇടുന്നത് നമ്മളെ വാപ്പച്ചിയാണ്. ആ പരിപ്പ് വട നമ്മൾ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ മൂത്താപ്പായാണ് കേട്ടോ ഗുണ്ടിടുന്ന. മൂത്താപ്പായുടെ ഒരു പ്രത്യേകമുള്ള ഒരു ശൈലിയിലാണ് കേട്ടോ മൂത്താപ്പ ഗുണ്ടിടുന്നത്. അതിനുശേഷം ഗൈസ് പിന്നെയും നമ്മൾ വാപ്പച്ചി തന്നെയാണ് പഴംപൊരി ഇടുന്നത്. അതിനുശേഷം ഗൈസ് നമ്മൾ പഴംപൊരി എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചിരി നേരം വെച്ചില്ലെങ്കിൽ അതിനകത്ത് നല്ല രീതിക്ക് എണ്ണയും കാര്യങ്ങളും കാണും കേട്ടോ. അതിനെ കൊണ്ടാട്ടോ നമ്മൾ ഇച്ചിരി നേരം വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ കൊട്ടയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ മോദകമാണ്. അതും ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ നമ്മളെ വാപ്പ തന്നെ കേട്ടോ നമ്മളെ മോദകം ഇടുന്നത്. അതിനുശേഷം കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് മസാല ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി ഉണ്ടാക്കുന്ന ഒരു സമൂസയാണ് കേട്ടോ. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കഴിച്ച് നമ്മൾ സമൂസയെ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിവടയാണ് കേട്ടോ. അത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ വാപ്പ തന്നെ കേട്ടോ ഉള്ളിവടയും ഇട്ടത്. അതിനുശേഷം കഴിച്ച് നമ്മൾ ഉള്ളിവടയും കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് വെച്ചാൽ കേക്കാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉഴുന്നോടെ കേട്ടോ ഇടുന്നത്. ഉഴുന്നോടെ ഞാൻ മുമ്പ് അതേ പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ വാപ്പ തന്നെയാണ് കേട്ടോ. അതിനുശേഷം കൈസ് നമ്മൾ ഉഴുന്നോടെയും കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം കൈസ് ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. കൈസ് നമ്മൾ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.